പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും കൃപാസനം പ്രത്യക്ഷീണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. സാന്നിധ്യം പ്രകടമാകുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം സ്വീകരിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി പാടാം. കാവല നീ വരൂ സ്നേഹമേ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നീ ആലയത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ നിയോഗങ്ങളിലൂടെ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി തീരുവാൻ, നിയോഗങ്ങൾക്കും അപ്പുറം നിത്യനായ ദൈവത്തെ തിരിച്ചറിയുവാൻ, അഭിഷേകത്തോടെ ജീവിക്കുവാൻ, ക്രിസ്തു കൈമാറ്റത്തിൽ ജ്വലിച്ച സാക്ഷികളായി തീരുവാൻ ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും
അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ഞങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ എന്നും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, അങ്ങയുടെ അനുഭവം ലഭിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ കൃപയൊഴുകുവാൻ തടസ്സമായതെല്ലാം ഞങ്ങൾ വിട്ടുപേക്ഷിച്ച് കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അനുവദിക്കുന്ന സമയം അത്രയും അങ്ങേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുക്കണമേ എന്നും അഭിഷേകം ചെയ്യണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം രാധമ്മ എന്ന് പറയുന്ന ഒരു മാള് ഹരിപ്പാടെന്ന് ഉള്ളവരാണ്. ഹരിപ്പാട് ഈ രാധമ്മ ഒറ്റ ശ്വാസത്തിൽ ഉടമ്പടിയുടെ 15 അനുഭവങ്ങളെ പങ്കിട്ട് 15 അനുഭവങ്ങൾ ഉടമ്പടിയുടെ. അപ്പോൾ എനിക്ക് ഇടക്കാലം കൊണ്ട് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ആരോടും പറഞ്ഞില്ല. ഇപ്പോൾ ഉടമ്പടിയിൽ ഇന്നലെ ഒരു മജിസ്ട്രേറ്റ് സാക്ഷ്യം പറഞ്ഞു. അതുപോലെ തന്നെ IAS വിദ്യാർത്ഥികൾ അവർ പാസ്സായതിനു ശേഷം വന്ന് സാക്ഷ്യം പറയും. IIMകാർ സാക്ഷ്യം പറയും, IITക്കാർ സാക്ഷ്യം പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ എഡ്യൂക്കേഷൻ അക്കാഡമിഷ്യൻസൊക്കെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതായത് കാലക്രമത്തിൽ ഇത് വലിയ വിദ്യാഭ്യാസമുള്ളവരുടെ വിഷയങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്നൊരു പ്രാർത്ഥനയായിട്ട്, പദ്ധതിയായിട്ട് ഇത് മാറുമോ? കാര്യം അതൊരു ക്രിമിലേറെ വരത്തുള്ളൂ. ഒരു സമൂഹത്തിൽ 5% അക്കാഡമിഷ്യൻസ് വരത്തുള്ളൂ. ബാക്കി ഒരു 70% പ്രാദേശിക ജീവിതക്കാരും, ഇപ്പം ജീവിതം തന്നെ മറിയല്ലേ, വിദേശ ജീവിതക്കാരും പ്രാദേശിക ജീവിതക്കാരും അതിപ്രാദേശിക ജീവനക്കാരുണ്ട്. വാർഡ് ജീവനക്കാർ പഞ്ചായത്ത് വാർഡിൽ നിന്ന് അവർ പുറത്തു പോകത്തില്ല. ആ വാർഡിൽ ജനിച്ച് വാർഡിൽ ജീവിച്ച് വാർഡിൽ മരിച്ചു പോകും. അതാണ് നമ്മുടെ സാധാരണ മനുഷ്യർ. ഈ വാർഡിൽ ജനിച്ച് ജീവിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഞാൻ പണ്ട് ഒക്കെ അഡ്രസ്സ് ചെയ്തിരുന്നതെല്ലാം അത്തരം ആൾക്കാരെയായിരുന്നു. കാര്യം അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു വേർപ്പിലും വേദനയിലും അവർക്ക് ഒരു കൈത്താങ്ങക്ക് ഒരു കൈ പിടിച്ച് കൊടുക്കുക, നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോഴങ്ങനെ വന്നപ്പോഴെന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽസും എഡ്യൂക്കേഷണലിസ്റ്റും അക്കാഡമിഷ്യൻസും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഉടമ്പടി വന്നപ്പോൾ ഉടമ്പടി ഒരു ടെക്നിക്കൽ പ്രെയർ ആയത് കാരണം വളരെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ആന്തരികമായ അതിൻ്റെ ചേരുവകൾ ഫോർമുലയൊക്കെ മനസ്സിലാക്കി ഷാർപ്പ് ഷൂട്ട് ചെയ്താൽ അപ്പോൾ തന്നെ ഷോട്ട് ഡൗൺ ആകും അത്. അപ്പോൾ അതുകൊണ്ട് ഈസിയാണ്. കാര്യം ഈസിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത് ചെയ്താൽ ഇന്ന ഫലമെന്നുണ്ട്. അല്ലാതെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഉടമ്പടി വളരെ തന്ത്രപൂർവ്വം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രാർത്ഥിക്കുന്ന ഇത് പ്രെയർഫുൾ അതായത് പബ്ലിക് പ്രാർത്ഥിക്കുന്ന പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു കൺഫർട്ടേഷൻ, അവരൊരു അംബിഗ്വിറ്റി ഉണ്ട് അവർക്ക്. എന്ന് വെച്ചാൽ ഒരു എന്താണ്, ദൈവം കേൾക്കുമായിരിക്കും, കേട്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അവർക്കൊരു ഉറപ്പില്ല. കാര്യം അവർ ചില സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുന്ന വിഷയത്തിൽ ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്
ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ? അതൊരു ആധ്യാത്മിക ആശങ്കകളാണ്. ഇപ്പം ഞാൻ ഈ വർഷങ്ങൾ 10-21 ലക്ഷത്തോളം ആൾക്കാർ നേരിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ കഴിഞ്ഞ 10-30 വർഷം കേട്ടപ്പോൾ പൊതുജനത്തിൻ്റെ ആധ്യാത്മിക ആശങ്കകളെക്കുറിച്ച് എനിക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ബേസിക് ആശങ്ക എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? അപ്പോൾ ഞാൻ പഠിക്കേണ്ട കാലത്ത് ഒരു കുഞ്ഞമ്മ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. അവർക്ക് 4 മക്കളുണ്ട്. അവരിങ്ങനെ ഈ പണ്ടത്തെ രീതി അനുസരിച്ച് തലയിൽ കൂടി ഒരു വളയം പോലെ ഇട്ടിട്ട് ഈ നൂറിങ്ങനെ നൂറ്റ് വലയ്ക്ക് കെട്ടാൻ കൊടുത്ത് ജീവിക്കുന്ന സാധാരണ ഒരു അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അമ്മച്ചിയുടെ വിഷയങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ കയറി പിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് പറയും. ഞാൻ ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കും. നാട്ടുകാർ അയൽവാസികളെ അപ്പോൾ അവർ പറയണൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുഞ്ഞുമ്മ ചേച്ചി പ്രാവശ്യം അവരുടെ പ്രാർത്ഥനകൾക്ക് ഒന്നും ഉത്തരം കിട്ടത്തില്ല. കുഞ്ഞുമ്മ ചേച്ചി പറയുവേ, ലോകത്ത് മുഴുവനും മനുഷ്യരല്ലേ, ഇത് എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുക? അതാണ് പ്രശ്നം. ഇപ്പോൾ മനുഷ്യന്മാരിങ്ങനെ മനുഷ്യന്മാർ കേൾക്കുന്ന പോലെ ലോകം മുഴുവൻ മനുഷ്യരല്ലേ, അവിടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുമോ? അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു പ്രാദേശിക ജ്ഞാനമാണത്. അത് പക്ഷേ അങ്ങനെയുള്ള ജ്ഞാനമുള്ള ഒത്തിരി പേരുണ്ട്. നമ്മുടെ വിഷയം മാത്രമല്ല ദൈവത്തിന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ അവരുടെ ഒരു ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് അവരുടെ പ്രെയറിൽ ലോഞ്ച് ചെയ്യണത്. അപ്പോൾ അത്രയും തന്നെ ആ പ്രെയറിന് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ ഗുണമുള്ളത് കാരണം അത് വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കോമൺ പീപ്പിൾ ആയാലും ശരി, കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പീപ്പിൾ ആയാലും ശരി, ഉടമ്പടിയുടെ ക്ലാസ്സുകൾ കേട്ട് ജനങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ പ്രെയറാണ്. ഒരു ആധ്യാത്മിക ശാസ്ത്രം, ബൈബിൾ ശാസ്ത്രം ഉണ്ടല്ല, ബൈബിൾ ശാസ്ത്രം അനുസരിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കവനൻ്റ് എന്ന് പറയുന്നത്. ഈ കവനൻ്റെ കൂടെ വന്നിരിക്കുന്ന കവനൻ്റ് ഇപ്പോഴുള്ളതല്ല, പണ്ടിനാലെ ദൈവം അതാത് കാലങ്ങളിൽ അപ്ഡേഷൻസ് ഉള്ള ഒരു പ്രാർത്ഥനയാണ് കവനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കവനൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് കവനൻ്റ് അല്ലെങ്കിൽ ഇവോൾവിങ് ഒരു പരിണാമം, കവനൻ്റ് ഉടമ്പടി ദൈവശാസ്ത്രത്തിൻ്റെ പരിണാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് ഘട്ടം ഘട്ടമായി കാലത്തിനൊപ്പം അപ്ഗ്രഡേഷൻ സംഭവിച്ചിട്ടുള്ളതാണ് ഉടമ്പടിയിൽ. നമ്മുടെ ഈ കാലത്ത് വന്നപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് ദൈവത്തിൻ്റെ ഒരു വിഷയമായി മാറി. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രിസ്തുവിൻ്റെ വിഷയമല്ലായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും ഏക ദൈവത്തിൻ്റെ പൊതുവിഷയമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മിഷനല്ല. ഇത് മിഷൻ ഓഫ് ജീസസ് ദൈവത്തിൻ്റെ വിഷയമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിഷയമാകുമ്പോൾ അതിൻ്റെ മുതൽ മുടക്കെല്ലാം ദൈവമാണ്. മുതൽ മുടക്കാൻ വേണ്ടി ദൈവം അറ്റം വരെ തയ്യാറാണ്. അതാണ് തൻ്റെ ഏകജാതനെ നൽകാൻ. ആ മുതലിന് ആ ഒരു പദ്ധതിക്ക് വേണ്ടി അവസാനത്തെ എക്സ്പെൻഡിച്ചർ തൻ്റെ ഏകജാതിനെ 3:16 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം ആരാധന. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതനെ മുഴുവനായിട്ട് വരെ നൽകാൻ അതിൻ്റെ ക്യാപിറ്റൽ അതാണ്. രക്ഷാകര പദ്ധതിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകജാതനെ മുഴുവനും കൂടി നൽകിയ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടി വന്നപ്പോൾ അതിന് പോലും ദൈവം ചെലവഴിച്ചതാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ചെലവഴിക്കൽ നിന്നാണ് ക്രിസ്തുശാസ്ത്രം രൂപപ്പെട്ട് വരേണ്ടത്. പ്രായോഗിക ജീവിതബന്ധിയായ ക്രിസ്തുശാസ്ത്രം. ഇപ്പോൾ ഒരു അക്കാഡമിക് ക്രിസ്തുശാസ്ത്രമുണ്ട്, പക്ഷേ ഒരു കാലബന്ധിയായ ഒരു ക്രിസ്തുശാസ്ത്രമുണ്ട്. അപ്പോൾ ഈ 3:16 ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പിന്നീട് പൗലോസ് പറയും നമ്മൾക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ
8:32. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ, പറഞ്ഞേ, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അവിടെ അതിന്റെ ഒത്തിരി വാക്കുകൾ ദൈവത്തിന്റെ തനത് മൈൻഡ് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ റോമ 8:32 യോഹന്നാൻ 3:16 തമ്മിൽ ലിങ്ക് ആയിരിക്കണം. എന്താണ് 3:16 എന്താ പറയണത്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം നമ്മളെ ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ദാനമായിരിക്കണം മനസ്സിലാക്കണം. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ്, പിന്നെന്താണ്? ബട്ട് ബൈ ഗ്രേസ്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും നമ്മളുടെ ഇപ്പം നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുമല്ലോ അല്ലേ? നിങ്ങളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവ്. പക്ഷേ നമ്മുടെ കഴിവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു കാലത്തും പൊരുത്തപ്പെടത്തില്ല. എന്താ കാര്യം? നമ്മളുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളി നമ്മുടെ കഴിവിനേക്കാൾ എപ്പോഴും മുകളിലായിരിക്കും. അതെപ്പോഴും എങ്ങനെയുണ്ട്? ലൈഫ് സെറ്റിൽ ചെയ്തിരിക്കുന്നതും ലൈഫ് ഇവോൾവ് ചെയ്തിരിക്കുന്നതും ജീവിതം ആയിത്തീർന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കഴിവിനേക്കാളും ഉപരിയായിരിക്കും നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയം. കഴിഞ്ഞ ദിവസത്തിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ സാക്ഷ്യം എന്താ അറിയാമോ? മജിസ്ട്രേറ്റ് വക്കീലാണ്, അവർ പ്രാക്ടീസ് വക്കീലാണ്. ഈ ബാരിസ്റ്ററെ ശരിക്കും അവർക്ക് ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റിൻ്റെ എക്സാം വന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ എക്സാമാണ്. ഹൈക്കോടതിയുടെ എക്സാം ശരിക്കും വളരെ പാടുള്ളതാണ്. അവർ പറഞ്ഞ സങ്കീർണമാണ്. പല സെക്ഷൻസ് ഉണ്ട്. ആ പരീക്ഷകളെല്ലാം എഴുതിയിട്ടാണ് പിന്നീട് അവർ മജിസ്ട്രേറ്റായിട്ട് അവർ ജയിച്ചാൽ മാത്രമേ മജിസ്ട്രേറ്റിലേക്ക് പിന്നെ അവർക്ക് ഇപ്പോൾ പരിശീലനത്തിന് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോൺഫിഡൻസ് ആണ് ഫസ്റ്റായിട്ട്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ ആദ്യത്തെ ബോംബിങ് ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റ് പൊസിഷൻ. ഇപ്പോൾ മിലിറ്ററി പൊസിഷൻ എന്ന് പറയത്തില്ലേ? ബോംബ് ചെയ്യുന്ന വിമാനങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടാകും. ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ ഈ പൊസിഷൻ ടാർഗറ്റിലായിട്ട് വരുന്നത് എപ്പോഴും കോൺഫിഡൻസാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് നിങ്ങൾ. പക്ഷെ ആ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അതിജീവനത്തിന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വെല്ലുവിളിയെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് പൊളിച്ച് പണിയേണ്ടി വരും. ഇപ്പം തന്നെ ഈ റോഡ് ചെയ്യണവർ ഇപ്പം നല്ല റോഡിൽ വണ്ടി പോകുന്നുണ്ട്, പക്ഷേ റോഡ് അവർ പൊളിക്കുകയാണ്. മൊത്തം പൊളിച്ചിട്ട് അതെല്ലാം പൊടിച്ച് റീകോൺക്രീറ്റ് ചെയ്യാൻ. എന്താ കാര്യം? അവർക്ക് ഗ്യാരണ്ടി ഉണ്ട്. അടുത്ത ഒരു 50 കൊല്ലത്തേക്ക് തലമുറകളെ കോടിക്കണക്കിന് വാഹനം ഓടേണ്ടതാണ്. അതനുസരിച്ച് ഈ റോഡ് അതിന് പറ്റത്തില്ല. അതുകൊണ്ട് അവർ പൊളിക്കുകയാണ്. ദൈവം ചെയ്യേണ്ടത് ഏതാണ്ട് ഇതേ പരിപാടിയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ആദ്യം പൊളിക്കും. കോൺഫിഡൻസിൻ്റെ ഓരോ ഏജൻറ്റ് നോക്കിയാൽ മതി. പണി വരാൻ പോണത് എവിടെയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മുടെ ആരോഗ്യമായിരിക്കും. പരമാവധി പണി ആദ്യം കിട്ടാൻ സാധ്യതയുള്ളത് ബോഡിയിലാണ്. ബോഡി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥനാപരമാക്കുകയാണ്. പിന്നെ കിട്ടാൻ പോകുന്നത്, പിന്നെ ബോംബ് വീഴാൻ സാധ്യതയുള്ളത് കോമ്പറ്റീഷനിലാണ് വരണത്. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ റാങ്കാകാം. സ്കൂളിൽ റാങ്ക് ആയി കഴിയുമ്പോൾ ടീച്ചർമാർ പറയും നിങ്ങൾ സ്കൂളിൻ്റെ അഭിമാനമാണോ ആന കൂന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മാലയൊക്കെ ചെയ്തിട്ട് ബൊക്കൊക്കെ തന്നു വിടും. കോളേജ് ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാ വിഷയത്തിലും പൊട്ടിപ്പോകും. എന്താ കാര്യം? സ്കൂളിൽ നിങ്ങൾ കിങ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ. ഈ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് കോളേജിൽ നിങ്ങൾ പഠിക്കാതിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യും. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ ഞാൻ പഠിച്ചില്ലേലും ജയിക്കും, പഠിക്കണ പിള്ളേർക്ക് വീട്ടിൽ ഇരുന്നാലും മതി, കോളേജിൽ പോകേണ്ട കാര്യമില്ല, ഇപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് നടക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ കോൺഫിഡൻസാണ് ആധ്യാത്മികമായ ഉഴപ്പുണ്ടാക്കുന്നത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിന്ന് ആധ്യാത്മികമായിട്ട് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ആദ്യം ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസിലാണ്. കാര്യം നിങ്ങളുടെ വിദ്യാഭ്യാസം ചിലർക്ക് തറവാടിത്തമാണ്.
എന്താണ് അവർ, അതായത് ഇപ്പോൾ ഒരു ജോലിയുണ്ട്, ജോലി വന്നിട്ടുണ്ട്, അത് ഇതിലാണ് വന്നിരിക്കുന്നത്, ട്രാൻസ്പോർട്ട് ബസ് കണ്ടക്ടർ ആകാനുള്ള ജോലിയാണ്. അപ്പോൾ ഇവരെ പെറ്റ് വീണ കാര്യത്തിൽ തന്നെ IAS എടുപ്പിച്ചാണ് മാതാപിതാക്കന്മാർ വളർത്തുന്നത്. എൻ്റെ മകൾ വളർന്ന് കളക്ടറാകുമെന്ന് പറഞ്ഞല്ലേ, പേരിടുമ്പോൾ തന്നെ അവൾ കളക്ടറാകും. ഈ കുഞ്ഞ് ഞാൻ കളക്ടറാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന അവസാനം ഒരു വണ്ടിക്കും കയറി പോകത്തില്ല. വന്ന വണ്ടി പോയി, ഞാൻ കളക്ടറിൻ്റെ വണ്ടി വരായിരിക്കും. അവസാനം തെണ്ടിപ്പെറുക്കി പട്ടിണിയായി കയറി നാല് കഴിയുമ്പോഴാണ് വല്ല വണ്ടിയും കയറി പോയാൽ മതി, അപ്പോൾ കാലം കഴിഞ്ഞു പോകും. ഇങ്ങനെ എന്തോ അടിച്ചേൽപ്പിച്ച ആത്മവിശ്വാസങ്ങളുണ്ട് ആൾക്കാർക്ക്. ആരോ അടിച്ചേൽപ്പിച്ച വിശ്വാസം. നീ കളക്ടർ വരെ കുന്തമില്ല, നിൻ്റെ കഴിവനുസരിച്ച് നീ അധ്വാനിക്കുക, ബാക്കി ദൈവം ക്രമീകരിക്കും. മനസ്സിലായ? എനിക്ക് ആഗ്രഹത്തിൻ്റെ അടിമയാകരുത്, ആഗ്രഹത്തിൻ്റെ യജമാനനാകണം. മനസ്സിലായില്ലേ? ആഗ്രഹത്തിൻ്റെ അടിമയായിട്ട് നീ ഒരു ലക്ഷ്യം വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ പിടിച്ചു നിൽക്കുകയാണ്. ഞാൻ ചില ഈ 12 പ്രാവശ്യമൊക്കെ OIT എഴുതുമ്പോൾ പറഞ്ഞു, എൻ്റെ മകളെ 12 പ്രാവശ്യമായി, ആരോ പറഞ്ഞ് നിൻ്റെ തലയെ കയറ്റിയതാണ്, നീയും കെട്ടിയവരും കൂടി കാനഡയിൽ താമസിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ സ്വപ്നം കൊണ്ട് നടക്കുകയാണ് ശരിക്കും. ഞാനിതിനൊന്നും എതിർക്കണില്ല. പക്ഷേ യാഥാർത്ഥ്യ ബോധം എന്ന് പറയണത് ഇറ്റ് ഈസ് നോട്ട് കോമൺ. അതൊരു കോമൺ സെൻസാണ് വേണ്ടത്. കോമൺ സെൻസ് ഒന്നും ഇപ്പോൾ കോമൺ അല്ലെന്നല്ലേ പറയണത്. യാഥാർത്ഥ്യബോധം, ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യബോധം കുറവുള്ളത് പെൺപിള്ളേർക്കാണ്. ഞാൻ ഇത്രയും നാൾ വന്നിട്ടുള്ള യാത്രയിൽ എനിക്ക് മനസ്സിലാക്കി ഏറ്റവും കുറവ് യാഥാർത്ഥ്യബോധമുള്ളത് പെൺപിള്ളേർക്കാണ്. അവർ ഒന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല, ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഡിഗ്രഡേറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. നമുക്ക് നിങ്ങളെ ഒരു സാമാന്യ ബുദ്ധി ഈ വിഷയത്തിൽ കാണിക്കണം. കലിബർ, കടന്നു വന്നിട്ടുള്ള മാർഗങ്ങൾ, അല്ലാതെ ഓരോരുത്തരും പോയി അവരെപ്പോലെ ആകാൻ വേണ്ടി തവള ആനയെപ്പോലെ വീർപ്പിക്കാൻ നിൽക്കരുത്. കാര്യം തവള വീർത്താലും ആന വീർത്താലും കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ചത്ത് പിരിഞ്ഞ് മണ്ണോടായി തീരും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉറപ്പ് വരുത്തേണ്ട ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്താണ്? ദൈവം. നിന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നീ ഉറപ്പ് വരുത്തേണ്ടത്. ഇപ്പം നീ എന്താ ചെയ്യണമെന്നറിയാമോ? നീ ആദ്യം ഉറപ്പ് വരുത്തണത് നിൻ്റെ ലക്ഷ്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് ദൈവത്തെ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യണത്. മനസ്സിലായോ? നീ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് എന്തിനാണ്? നീ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് നിൻ്റെ ലക്ഷ്യങ്ങളല്ല. ആർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ? അപ്പോൾ അതിൻ്റെ അടിമയായിട്ട് ജീവിച്ച വല്ല കാര്യമുണ്ടോ? അതിൻ്റെ യജമാനനായിരിക്കണം. ആ യജമാനാകുമ്പോൾ എങ്ങനെയാകണത്? ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് ഞാൻ പോകും. കർത്താവിന് മുമ്പിൽ തുറന്നു വെക്കണം. കർത്താവേ, എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണം, നീ എനിക്ക് തന്നൊരു മാന്യതയിൽ ഇവിടെ ജീവിക്കണം. മാന്യമായ ജീവിതം, അത് നമുക്ക് ദൈവത്തോട് ന്യായമായിട്ട് ചോദിക്കാവുന്ന കാര്യമാണ്. എന്താണ് മാന്യമായ ജീവിതം? മാന്യത എന്ന് പറഞ്ഞ സമയത്ത് ബൈബിൾ ഒത്തിരി പ്രാവശ്യം ഉപയോഗിക്കുന്ന വാക്കാണ്. അവയവങ്ങൾക്ക് പോലും മാന്യത എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് നമുക്ക് ചോദിക്കാം, മാന്യമായ ജീവിതം, എനിക്കൊരു മാന്യമായ ജീവിതം തരണം. അല്ലാതെ നീ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഒരു സംഭവം ഇട്ടിട്ട് വരച്ച് അമ്മട്ടിക്ക് കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി നിനക്ക് ന്യായമായി ചോദിക്കാവുന്ന എന്താണ്? മാന്യമായ ജീവിതം. അത് ചോദിക്കാം. അത് കർത്താവ് കിട്ടിയിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? അതിന് പ്രൊവിഷനുണ്ട്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവണ്ണം മാന്യതയുള്ളത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് മാന്യമായ ജീവിതം നമുക്ക് അവകാശമായിരിക്കുന്നത്. അത് നമ്മുടെ അവകാശമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു കുഴിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണല്ലോ കുഴിയാന സാരമില്ലേ, കണ്ടിട്ടുണ്ടോ? അപ്പം അത് പോകുമ്പോൾ അതിനെ ഉറുമ്പിട്ട് കൊടുക്കുമ്പോൾ അതുടനെ അതിനെ അടിച്ച് മണ്ണ് തെറിപ്പിച്ചിട്ട് അതിന് കുഴിയിലാണ് താമസിക്കണത്, അല്ലേ? കുഞ്ഞു കുഴിയിലാണ് താമസിക്കുന്നത്. പക്ഷേ ആന താമസിക്കണത് എവിടെയാണ്? കൊട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ കുഴിയും കൊട്ടിലും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ ആനക്കൊരു മാന്യതയുണ്ട്, അതുകൊണ്ടാണ് കൊട്ടിൽ വരണത്. കുഴിയാനക്കയുടെ മാന്യത തന്നെ കുഴിയിൽ താമസിക്കണം. ഇതുപോലെ തന്നെയാണ് വല്ല പാമ്പ്, അതുപോലെ തന്നെ ഉള്ള ജീവികളൊക്കെ ചിലതൊക്കെ അളയെ താമസിക്കും. ഇപ്പം മനുഷ്യൻ താമസിക്കുന്ന ആടാണെങ്കിൽ അളയിലല്ല ആലയിലാണ് താമസിക്കുന്നത്. അല്ല, വ്യത്യാസം കണ്ട? ആടിന് ആല, അതുപോലെ തന്നെ ആനയ്ക്ക് കൊട്ടിൽ, രാജാവാണെങ്കിൽ കൊട്ടാരത്തിൽ താമസിക്കും. മാന്യത മാറി. ഇതുപോലെ മനുഷ്യൻ എന്തുകൊണ്ടാണ് വീട്ടിൽ താമസിക്കുന്നത്? മനുഷ്യൻ്റെ വീടാണ്, ഭവനം. ഒത്തിരി ആന്തരികമായ അർത്ഥങ്ങളുള്ളതാണ് ഭവനം. അവിടെ എന്തുകൊണ്ടാണ് താമസിക്കുന്നത് വെച്ചാൽ അവൻ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ്. അതാണ് മാന്യത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ദൈവം നമ്മുടെ മാന്യത ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ അവകാശങ്ങളും ഫിക്സ് ചെയ്യണം.
നമ്മുടെ എല്ലാ അവകാശങ്ങളും ഈ ജീവിതത്തിനും വരാൻ പോണ ജീവിതത്തിനും വേണ്ടിയുള്ള എല്ലാ റൈറ്റുകളും കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചെന്ന് പറയുമ്പോഴേ ദൈവം മനുഷ്യനെ അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാന്യത മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവൻ ആർജിക്കാൻ ദൈവം അവന് അതുപോലെ മാന്യത സുരക്ഷയാണ്. ആദ്യമേ തന്നെ ഒരു ജനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്നത് മനുഷ്യൻ്റെ മാന്യതയുടെ സുരക്ഷയാണ്. നമുക്ക് പട്ടിണി കിടന്നാൽ സർക്കാരിനെതിരെ കേസ് കൊടുക്കാം നമുക്ക്, അതാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ഇപ്പം നമ്മുടെ ഭക്ഷ്യസുരക്ഷ അല്ലെങ്കിൽ വാഹന നമ്മളൊരു മറ്റു തരത്തിലുള്ള കുറേ പോളിസീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദൈവം ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് ഒറ്റ പോളിസിയിലാക്കി. എന്താണ്? മനുഷ്യൻ അവനെ തന്നെ സൃഷ്ടിച്ചു. അപ്പോൾ മാന്യമായി ഭൂമിയിൽ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ദൈവത്തിൻ്റെ പൈതൽ. എൻ്റെ പേര് ഫ്രാൻസി, ഞാൻ ദുബായിൽ നിന്ന് വരുന്നതാണ്. ഇന്നലെയാണ് എത്തിയത്. ആദ്യമായി തന്നെ മാതാവ് പ്രത്യക്ഷപ്പെടിയ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ പറ്റിയതിന് ഈശോയ്ക്കും ദേവമാതാവിനും 1000 നന്ദി. ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. ഏകദേശം മാർച്ച് 30, 2023 മാർച്ച് 30 എൻ്റെ മോൻ നാട്ടിലായിരുന്നു. ഞാൻ ഹസ്ബൻഡും ദുബായിലായിരുന്നു. നാട്ടിൽ നിന്ന് ഞങ്ങൾ അവനെ ഞങ്ങളുടെ അടുത്തേക്ക് മാർച്ച് 29 കൊണ്ടുവന്ന് മാർച്ച് 30 ആയപ്പോൾ അവന് ചെറുതായിട്ട് പനി, ആകെപ്പാടെ ക്ഷീണം, മൊത്തത്തിലൊരു ആകെപ്പാടെ ഡള്ളായ പോലെയായി. അത് കഴിഞ്ഞ് പിന്നെ പനി ഭയങ്കരമായിട്ട് കൂടി തുടങ്ങി. ഞങ്ങൾ ജസ്റ്റ് വന്നത് ഉള്ളതുകൊണ്ട് എമിറേറ്റ്സ് ഐ ഡിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവനിങ്ങനെ പനിയുടെ ഒരു ലക്ഷണം കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇൻഷുറൻസ് അപ്ലൈ ചെയ്തു. ചെറിയൊരു ഇൻഷുറൻസാണ്, പെട്ടെന്ന് തന്നെ അത് കിട്ടി. ആ ഒരു ചെറിയ ഇൻഷുറൻസ് വെച്ച് നമ്മൾ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി പനി കാണിച്ചു. ഡോക്ടർ മെഡിസിനൊക്കെ തന്നു. ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ മെഡിസിൻസൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം പനി കുറയുന്നില്ല, പനി ഭയങ്കരമായിട്ട് കൂടുകയാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴും പനി കൂടി. ഏകദേശം മാർച്ച് 31 രാവിലെ കുറച്ച് പനി കുറഞ്ഞു. ഞാൻ ഓഫീസിലേക്ക് പോയി. ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ആളുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അങ്ങനെ ഉറങ്ങുമായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവന് പനിയുടെ ക്ഷീണവും ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് അബ്നോർമലായി. ആകപ്പാടെ ഷിവറിങ്, ഇങ്ങനെ ഫിക്സ് പോലെ, അതുപോലെ നീല കളറായി, കുട്ടി ആകപ്പാടെ നീല കളറായി. ആ സമയത്ത് തന്നെ ഹസ്ബൻഡ് വേഗം സെക്യൂരിറ്റീനെ വിളിച്ച് താഴത്ത് വന്ന് ആംബുലൻസിൽ നമ്മൾ അടുത്തുള്ള ഒരു കുട്ടികളുടെ പീഡിയാട്രിക് ഐസിയു അവൈലബിൾ ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ ഒരു ഒബ്സർവേഷനിൽ ഇരുത്തി എന്തൊക്കെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴാണ് അത് കഴിയുമ്പോഴേക്കും എന്നെ ഇവർ അറിയിക്കണത് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വീട്ടിലെത്തി. അവിടെ നിന്ന് ഇക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇവൻ ഒരു തവണയും കൂടി ഇതുപോലെ നോർമലായിട്ട് കാണിച്ചു. അപ്പം തന്നെ അവർ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തു. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മേനെക്കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞും അമ്മയുടെ സഹോദരങ്ങൾ പറഞ്ഞിട്ടും അറിഞ്ഞിരുന്നു. ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു. അതുപോലെ തന്നെ അമ്മ നമുക്ക് മാതാവിൻ്റെ ലോക്കറ്റും തൈലവും ഉപ്പും തേനും കൊടുത്തയച്ചിരുന്നു. അത് ഉപയോഗിക്കാറില്ലായിരുന്നു, പക്ഷേ അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഞാനിവൻ ആശുപത്രിയിലായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ രൂപവും പിടിച്ചിട്ടാണ് ആശുപത്രിയിലേക്ക് പോയത്. അത് കഴിഞ്ഞ് ഇവനെ രണ്ടാമത്തെ ഇങ്ങനെ നോർമലായി കാണിച്ചപ്പോൾ ഞാൻ അപ്പം മനസ്സിൽ വിചാരിച്ചു, ഇനി എൻ്റെ മോന് ഇങ്ങനെ ഒരു അസുഖം വരരുത്, ഞാൻ എൻ്റെ മാതാവിന് ഇന്ന് ഞാൻ നാട്ടിൽ ചെല്ലുന്നു, അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന്. അത് കഴിഞ്ഞ് ഇവൻ വീണ്ടും സാധാരണ നോർമലായി. ഡോക്ടേഴ്സ് പല ടെസ്റ്റുകളും ചെയ്തു. പല എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തു. പിന്നെ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളിലും നെഗറ്റീവാണ്. ഒന്നും ഒരു പ്രശ്നം കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് നോക്കി, എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവാണ്. പക്ഷേ നമുക്ക് ഓരോ ദിവസം പോലും ഇവിടെ ഇൻഷുറൻസ് നമുക്ക് ചെറിയൊരു ഇൻഷുറൻസാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇൻഷുറൻസിന് അപ്രൂവൽ കിട്ടുന്നില്ല, എല്ലാതും ഇൻഷുറൻസ് റിജക്റ്റ് ആവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത്. ഏപ്രിൽ 3 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അതിൽ പ്രയറുകൾ, മാതാവിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് ഏറ്റവും ശക്തി നൽകിയത്. ആ പ്രാർത്ഥന ചൊല്ലി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്, ഞാൻ നേരിട്ട് പോയിട്ട് ഉടമ്പടി എടുക്കാം മാതാവിൻ്റെ അടുത്ത്. അങ്ങനെ ഏപ്രിൽ 4 അമ്മ ഇവിടെ വന്ന് നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു. ആ 4 ഉടമ്പടി എടുത്ത് വൈകുന്നേരം ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുക, ലക്ഷങ്ങൾ ബില്ലിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. മോൻ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലെത്തിയെങ്കിലും പിന്നത്തെ ടെൻഷൻ ഇതിനിപ്പോൾ എങ്ങനെ എന്ത് ചെയ്യും എന്നായി. അങ്ങനെ ഇരിക്കെ ശരിക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4 ഉടമ്പടി എടുത്തു. 5 പുലർച്ചെ ഞങ്ങൾക്ക് മെയിൽ വരികയാണ് ഇൻഷുറൻസ് അപ്രൂവഡ് ആയി എന്ന് പറഞ്ഞിട്ട്. 5 തവണ റിജക്റ്റ് ചെയ്ത ഇൻഷുറൻസ്, ഏകദേശം 14 ലക്ഷം രൂപയോളം നമുക്ക് വരുന്ന ഇൻഷുറൻസ് ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം പുലർച്ചെ അപ്രൂവഡ് ആയെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു. കാരണം നമ്മുടെ കൂടെയുള്ള എല്ലാവരും പറഞ്ഞിരുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കുട്ടീനെയും കൊണ്ട് നാട്ടിലേക്ക് പോയത് സാമ്പത്തികത്തിന് അത്രയും ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും. 4 ദിവസം കൊണ്ടാണ് ഇത്ര ലക്ഷങ്ങൾ ബില്ല് വരുന്നത്.
നമുക്ക് കുട്ടിയുടെ അതൊന്നും ശരിയായപ്പോൾ ബില്ലിൻ്റെ ആയി. ആ ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം പുലർച്ചെയാണ് നമുക്കിത് വന്നത്. നമുക്ക് ഒരിക്കലും നമ്മുടെ കൂടെയുള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു വലിയൊരു അനുഭവമായിരുന്നു. ആ സമയത്തും അമ്മ പറയുന്നുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, പേടിക്കാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും അത് കഴിഞ്ഞിട്ടും നമ്മൾ വയസ്സായവരെ നോക്കാൻ പോകല്, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിരുന്നു. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ പ്രാർത്ഥനയും കുർബാനയും ഒക്കെ കാണുമായിരുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ മോന് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ ഇനി മരുന്ന് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒരു മരുന്നും കൊടുക്കണ്ട എന്ന്. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നു. പൂർണ്ണമായിട്ടും ഒരു പ്രശ്നങ്ങളുമില്ല, നെഗറ്റീവാണ്. ഇനി ഇവനെ ഒരു മരുന്നും കൊടുക്കണ്ട എന്ന് കേട്ടപ്പോഴാണ് ദൈവമേ മാതാവ് നമ്മളൊന്ന് പരീക്ഷിക്കുകയായിരുന്നു. കുറച്ച് മാതാവിൽ നിന്നും ഈശോയിൽ നിന്നും കുറച്ച് അകന്ന് നിന്നത് കുറച്ച് അടുപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളൊരു അനുഭവം കിട്ടിയത് കൃപാസന മാതാവിൻ്റെ ഒറ്റ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് ജോലിക്ക് കയറ്റം കിട്ടും, അതുപോലെ തന്നെ സെയിൽസിന് ടാർഗറ്റ്, അങ്ങനെ ഒരുപാട് പ്രഷറുകളുണ്ടായിരുന്നു. ഇപ്പോൾ 15 ദിവസം കൊണ്ടൊക്കെ ഇപ്പം ഞാൻ ഈ വരുന്ന ഈ മാസത്തെ എല്ലാ ടാർഗറ്റും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അതുപോലെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ സംഭവിച്ചു. കൈവേദന, ഇപ്പോൾ എനിക്കൊരു കൈവേദന ഉണ്ടായിരുന്നു. ഒരുപാട് മാസങ്ങളായിട്ട് ഒരു മാറ്റവും ഇല്ലായിരുന്നു. മാതാവിനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി എല്ലാ വേദനകളും മാറി ഏറ്റവും കൂടുതൽ ഈശോയിലേക്കും മാതാവിലേക്കും അടുക്കാൻ സാധിച്ചു. അതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അതുപോലെ തന്നെ അമ്മ ഏപ്രിൽ 4 തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കുർബാനയും ആദ്യമേ ചൊല്ലുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കും കൂടുതൽ പറഞ്ഞു തരുമായിരുന്നു, എന്ത് പ്രശ്നം വന്നാലും പേടിക്കണ്ട, മാതാവിനോട് നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് പ്രശ്നം, എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും മുറുകെ പിടിക്കുക. അമ്മ എല്ലാ ദിവസവും, പിന്നീട് ഒരിക്കലും ഇന്ന് വരെ അമ്മ ഒരു ദിവസം പോലും കുർബാന മുടക്കിയിട്ടില്ല. അതുപോലെ കുർബാന, ഉപവാസം, ധ്യാനം, ഈ ഉടമ്പടി ധ്യാനം, ഇതുവരെ അമ്മയുടെ ഉടമ്പടി കഴിഞ്ഞിട്ടും അമ്മ ഇതുവരെ ഒരു ദിവസം പോലും, അമ്മയും പപ്പയും അതെ, കുർബാന എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി മാതാവിനോട് ഈശോയോടും കൂടുതൽ അടുക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തതാണ്.